ഡോക്ടർ ഷേർലി വാസുവിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. അമിത ലൈംഗിക ആസക്തി, മുറിക്കയ്യൻ നിസ്സാരക്കാരനല്ല. സൗമ്യയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ഷേർലി വാസു ഗോവിന്ദചാമിയെ കുറിച്ച് പറയുന്നത് കേൾക്കുക. അദ്ദേഹത്തിന്റെ കൈവിരലുകൾ അമർന്ന 5 വിരലുകൾ, സാധാരണ നമുക്കൊരു വ്യക്തിക്ക് ഒരു 4 വിരൽ മാത്രമേ അമരുകയുള്ളൂ, ഒരു കൈയേ ഉള്ളൂ. ആ കൈയുടെ 5 വിരൽപ്പാടുകളും കൃത്യമായിട്ട് ഇദ്ദേഹത്തിന്റെ കോളർ ബോൺ, ഈ കുട്ടിയുടെ കോളർ ബോണിന്റെ മുകളിലായിട്ട് അതൊരു നീണ്ട കൈവിരലുകളുള്ള ഒരു മനുഷ്യനാണെന്നും വളരെ എജിലിറ്റി ഉള്ള ബലമുള്ള കൈയാണ് എന്നും നമ്മൾ കോടതിയിൽ തെളിവായിട്ട് കൊടുത്തതാണ്. അതിനുശേഷം വളരെ ക്യുക്കായിട്ട് ഈ ഇടത്തെ കോളർ ബോണിന്റെ മുന്നിൽ കൈ വെച്ചിട്ട് അവരെ പിടിച്ചടുപ്പിച്ചതിന് ശേഷം അവർക്ക് കാര്യമായി റിയാക്ട് ചെയ്യാൻ പറ്റുന്നതിന് മുന്നാലെ അവരുടെ ഇടത്തെ കൈ പിടിച്ചിട്ട് ഇയാൾ തിരിച്ചു നിർത്തി, പിന്നെ പുറകിൽ നിന്നാണ്. പക്ഷെ സൗമ്യ എന്നെ കണക്കിൽ ഒരു ധീരയായ വനിതയാണ്. അവർ ആ കിട്ടിയ ചെറിയ സമയത്തിനുള്ളിൽ 2 പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ മുഖവും നെഞ്ചും മാന്തി കീറിയിട്ടുണ്ട്. 18 നഖപ്പാടുകൾ, നീളനെയുള്ള നഖപ്പാടുകൾ ഡോക്ടർ ഹിതേഷ് ശങ്കർ പ്രതിയുടെ ശരീരപരിശോധന റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും തെളിവായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സൗമ്യയുടെ നഖത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഡോക്ടർ തനൂജ, അവരെ ജീവനോടെ പരിശോധിച്ച ഡോക്ടർ തനൂജ റിക്കവർ ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ DNA ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ ലബോറട്ടറികളിൽ DNA പരിശോധന തുടങ്ങിയിട്ട് 3ാമത്തെ കേസാണ് ഈ കേസ്. അപ്പോൾ അതിൽ ഈ DNA മാച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഗോവിന്ദസ്വാമി ആണെന്ന് പ്രതി എന്നുള്ളത് തെളിവായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ ഞാനിത് പറയുന്നത് ഇങ്ങനെ കൈ പിടിച്ച് തിരിച്ചു, പിന്നീട് തലമുടി കുത്തിപ്പിടിച്ച് 4-5 പ്രാവശ്യം വളരെ പെട്ടെന്ന് ഇവരുടെ തല ഈ ബോർഡിൽ പാസേജ് ഡോറിനടുത്തുള്ള സൈഡിലെ ഭിത്തിയിലേക്ക് ഇടിക്കുകയാണ്. ആ ഭിത്തി നമുക്കറിയാം ബസ്സിൻ്റെയൊക്കെ ബോർഡ് പോലെയാണ്, നമ്മുടെ കൽഭിത്തി പോലെയുള്ളതല്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ ശക്തമായിട്ട് അത് റിപ്പീറ്റഡായിട്ട് ഇടിച്ചത് കൊണ്ടാണ് നെറ്റിയിലെ എല്ല് പൊട്ടി തലയോടിൻ്റെ മധ്യഭാഗം വരെ പൊട്ടിപ്പോവുകയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെപ്പറേറ്റഡ് ആയി പോവുകയും അവർ അബോധാവസ്ഥയിലാകുകയൊക്കെ ചെയ്തത്. അങ്ങനെയുള്ള ആൾ, ഇയാളുടെ ഒരു കയ്യിൽ ആ കുട്ടി അപ്പോഴും തൂങ്ങിപ്പിടിച്ചിട്ടാണ് ഉള്ളത്, വെയിറ്റ് തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഇത് കൈ വിട്ടത് കൊണ്ടാണ് താഴേക്ക് പോയത്. അങ്ങനെ അബോധാവസ്ഥയിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നു എന്ന് ഞാൻ പല പ്രാവശ്യം അത് കോടതിയിൽ പറഞ്ഞതാണ്, കോടതിക്ക് അത് മനസ്സിലായതുമാണ്. പക്ഷേ ഐ തിങ്ക് സുപ്രീം കോടതിയിൽ വന്നപ്പം എനിക്ക് തോന്നുന്നു സമയത്തിൻ്റെ പരിമിതി കൊണ്ടായിരിക്കാം തള്ളിയിട്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് വന്നത്. തള്ളിയിടാൻ പറ്റുന്ന പാകത്തിൽ അവർക്ക് നിൽക്കാനോ ഇരിക്കാനോ സാധ്യമല്ലാതെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പഴംതുണി പോലെ തൂങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീ, അയാൾ കൈ പുറത്തേക്ക് വിട്ടു, അവരെ താഴേക്ക് ഇട്ടു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പക്ഷേ ഇയാൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു സ്ത്രീയെ എങ്ങനെ അറ്റാക്ക് ചെയ്യണം. വളരെ സ്മാർട്ടായ ഒരു കുട്ടി, 23 വയസ്സേ ഉള്ളൂ, അതിന് എങ്ങനെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തണം ഇത്ര ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അയാൾക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി അയാൾ സക്സസ്ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ ജയിൽ ചാടിയതിനെ പറ്റിയിട്ടും എനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ അതിന് മുമ്പാട് കേട്ടിട്ടുള്ളത്, ഇദ്ദേഹം എല്ലാ ദിവസവും ഈ ചെറിയ സെല്ലിൻ്റെ ഭിത്തികൾ തമ്മിൽ ഓടിക്കേറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇയാളെ തടയാൻ അത് പറ്റില്ല, കാരണം അയാളെ കൺഫൈൻഡ് സെല്ലാണ്, ചെറിയ സ്പേസാണ്. 2 ഭിത്തിയും തമ്മിലുള്ള ഡിസ്റ്റൻസിന് മീതെ ഭിത്തിയിലേക്ക് ഓടിക്കയറി പരിശീലനം നടത്തുന്നതായിട്ട്. ആ പരിശീലനം എന്നല്ല അവർ കണ്ടത്, അയാൾ സ്വന്തം എക്സസൈസ് എന്നുള്ളതാണ് അവർ കണ്ടത്. എനിക്ക് അത് ജയിലിൽ ചാടാനുള്ള ഒരു പദ്ധതി എക്സിക്യൂട്ട് ചെയ്യാൻ ഉള്ള ശ്രമം, 14 വർഷം അയാളത് പരിശീലിച്ചിട്ടുണ്ടാവണം, ഇപ്പോൾ അയാളത് നടപ്പാക്കിയിട്ടുണ്ടാവണം. ഉദ്യോഗസ്ഥരെക്കാളധികം എപ്പോഴും ക്രിമിനൽസ് മുന്നിൽ തന്നെ നിൽക്കും. സെക്ഷൽ അർജ് തീർത്തതിനുപരിയായിട്ട് ആ സ്ത്രീയുടെ അടുത്ത് അട്ടർ ഡിസ്റിഗാർഡാണ്. അവരുടെ സേഫ്റ്റിയോ ജീവൻ നഷ്ടപ്പെടുകയോ അവരെ അത്രയധികം വികൃതമായി മരിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്തതാണ്. പക്ഷെ ആ സമയത്ത് കഴുത്തിലൊരു തുണി കെട്ടുകയോ കുത്തി ഇറക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അയാൾ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള മട്ടിലാണ് അത് സുപ്രീം കോടതി എടുത്തത്. അപ്പം ഇതൊക്കെ ജഡ്ജിമാരുടെ ഒരു വിശകലനത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിനോ ഞങ്ങൾക്കോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തെ പറ്റിയിട്ട് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് അത് മതിയായ ശിക്ഷ ആവാതെ പോയി എന്നുള്ളതാണ് സത്യം. അയാളെ ഒരു ജയിലിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പരിപാലിക്കാൻ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്രിമിനലാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഹീ ഈസ് വെരി സ്ട്രോങ്. അയാൾ എപ്പോഴും അയാളെ നന്നാക്കിക്കൊണ്ടേയിരിക്കുന്നു. അയാൾ ഹോപ്പ്ഫുള്ളാണ് ഈ ജയിലിൽ ചാടുമെന്നുള്ളത്, അയാൾക്ക് ചാടാൻ പറ്റും എന്നുള്ളത്. അതിനാണല്ലോ അയാൾ ഭിത്തിയിൽ ഓടിക്കേറി പരിശീലനം നടത്തി എന്നുള്ളത് വിവരങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്.
പിന്നെ ഇയാൾ എന്തോ ചിക്കൻ അല്ല മട്ടൻ ചോദിച്ചു, ബിരിയാണി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ അയാളെ പറ്റി പിന്നെ ഫീസൊക്കെ എടുത്ത് ഉദ്യോഗസ്ഥരെ എറിഞ്ഞു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അയാൾക്ക് ഒരു സ്ക്രീൻ അവർക്ക് വെക്കേണ്ടി വന്നു. അതിൻ്റെ പുറകിൽ അയാൾ പരിശീലനം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ സൗമ്യനെ തന്നെ ഇയാൾ തിരിച്ച് ഒരു ട്രാക്കിലേക്ക്, ഈ ട്രാക്കിൽ നിന്ന് സൈഡ് കട്ട് ചെയ്ത് പോകുന്ന വേറൊരു ട്രാക്കിലേക്ക് അവരുടെ മുഖം പോയപ്പം അവരുടെ 10-14 പല്ലുകൾ കൊഴിഞ്ഞു പോയി. മുഖം ആകെ അടിച്ച് വികൃതമായി വല്ലാതെ ചോര വാർക്കുന്ന ബോഡിയാണ് അവരെടുത്തുകൊണ്ട് പോയിട്ട് ഈ സെക്ഷൽ അസോൾട്ട് നടത്തിയത്. അത് സാധാരണ ഒരു ജസ്റ്റ് ഒരു റേപ്പിസ്റ്റിന് ചെയ്യാൻ പറ്റുന്നതല്ല, ഒരു മർഡറർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. ഹീ ഈസ് ബിയോണ്ട് എ റേപ്പിസ്റ്റ് ആൻഡ് ബിയോണ്ട് എ മർഡറർ. അയാളുടെ നിഷ്ഠൂരതയാണ് അയാളോട് എനിക്ക് തോന്നുന്നു അയാളൊരു യുണീക്ക് വണ്ണിനെ കൈൻഡ് എന്നുള്ള രീതിയിൽ കേരളം അദ്ദേഹത്തിനോട് പ്രതികരിക്കുന്നതിൻ്റെ കാരണം. ഒരു ശ്രദ്ധയുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞത് ഇതുപോലത്തെ ഒരു ക്രിമിനൽ മുതലെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജയിലുകൾ ഇത്തരം കുറ്റവാളികളെ സൂക്ഷിക്കുമ്പം കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് ഈ പ്രതി എത്ര ജാഗരൂകനാണോ അതിൻ്റെ തോതിലുള്ള ജാഗരൂകത ജയിലർക്കും വേണം. ഇനി നമ്മളൊരു ഒഫീഷ്യലായിട്ടൊരു ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരുപാട് കാലം കഴിയുമ്പം ഇത് നിത്യേനയായിട്ടുള്ളതാകുമ്പോൾ അതിനുള്ള ശ്രദ്ധ ചെറുപ്പം പതിഞ്ഞു പോകും. അത് ആണ് ക്രിമിനൽ നോക്കിയിരിക്കുന്നത്. ഇയാൾ ക്ഷമയോടുകൂടി കാത്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ ശരീരം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും പ്രതി എത്ര നിഷ്ഠൂരനായിരുന്നു എന്നുള്ളത്. ഒരു ചെറിയ കുട്ടിയാണ്, 23 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു 10-18 വയസ്സിൻ്റെ ഒരു മുഖഭാവമൊക്കെയുള്ള ഒരു ചെറിയ കുട്ടിയാണ്. അയാൾക്ക് അതൊന്നും പ്രശ്നമില്ല. അയാൾക്ക് അവരുടെ മുഖത്ത് അയാൾ നോക്കിയിട്ടുണ്ടോ എന്ന് പോലും ഞാൻ കരുതുന്നില്ല. ഞാൻ കണ്ടെടുത്തോളം അയാൾക്ക് കൊല്ലുക, പിച്ച് ചീന്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അയാൾ അങ്ങനത്തെ മാനുഷിക മൂല്യങ്ങൾ അയാളെ ദർശിക്കാൻ കഴിയില്ല. പരിശോധിച്ച ഡോക്ടറോട് തന്നെ പറഞ്ഞത് വഴിയിലിരിക്കുന്ന പായസം കഴിക്കില്ലെന്നും പിന്നെ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംഭാഷണം. അന്ന കാലത്ത് തന്നെ ഈ സംഭവം ഉണ്ടായ കാലത്ത് ഒരുപാട് പേരുടെ വിദ്യാഭ്യാസങ്ങളൊക്കെ പ്രോസ്പെക്ട്സ് വളരെ മോശമായിരുന്നു. കാരണം തമിഴ്നാട്ടിലൊക്കെ പഠിക്കാൻ തയ്യാറെടുത്ത പെൺകുട്ടികൾ പിന്നീട് പിന്മാറിയതായിട്ട് എനിക്കറിയാം. കാരണം ഈ റെയിൽ സുരക്ഷയെ പറ്റിയിട്ടാണ്. ഗോവിന്ദസ്വാമി എന്നുള്ളതിനേക്കാൾ അധികം റെയിലിൽ യാത്രയിലുള്ള സുരക്ഷയെ പറ്റിയിട്ടുള്ള ആകാംക്ഷയായിരുന്നു ഒന്ന് പേരൻസിന് കൂടുതലുണ്ടായിരുന്നു. പിന്നെ പോകെയാണ് ഇദ്ദേഹത്തിൻ്റെ നേച്ചർ ചാനലിൽ കൂടിയൊക്കെ വളരെ വ്യക്തമായി കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള ആൾക്കാരെയൊക്കെ തന്നെയും വളരെ നിഷ്ഠൂരനെ ഞാൻ കണ്ടു. എല്ലാവരും ഉപമിക്കുന്നത് ഗോവിന്ദസ്വാമിയായിട്ടാണ്. ഉദാഹരണം ആർക്കും പറയാനില്ല നിഷ്ഠൂരതയ്ക്ക്. ഇവനെയാണ് വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ച് സുഖവാസത്തിന് ജയിലിൽ ഇട്ടിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.